കൊല്ലം കുണ്ടറ പെരുമ്പുഴ കോവിൽമുക്കിൽ നിർമ്മാണത്തിലിരുന്ന കിണറിൽ 4 പേർ കുടുങ്ങി. 2 പേരെ പുറത്തെടുത്തു. 2 പേരെ പുറത്തെടുക്കാൻ ശ്രമം തുടരുകയാണ്. വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്താണ് സ്ഥിതി? നിർമ്മാണത്തിലിരുന്ന കിണറായിരുന്നു. ഇവിടെ ചെളി അടിഞ്ഞു. ഈ ചെളി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് 4 തൊഴിലാളികൾ ശ്രമിച്ചത്. ഇതിൽ ആദ്യം ഒരാൾ ചെളിയിൽ കുടുങ്ങി. ഇയാളെ രക്ഷിക്കാൻ ഇറങ്ങിയതായിരുന്നു മറ്റുള്ളവർ. 2 പേരെ ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. 2 പേർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കുണ്ടറ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പ്രദേശവാസികളാണ്. ആദ്യം അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നുള്ള തരത്തിൽ ചില വിവരങ്ങൾ വന്നിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രദേശവാസികളായ 4 പേർ തന്നെയാണ് ഈ കിണർ വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. ഏതായിരുന്നാലും ഇവരെ രക്ഷിക്കാൻ ബാക്കിയുള്ളവരെ കൂടി പുറത്തെടുക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഗോപി, ഈ പുറത്തെടുത്തവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഗോപി, 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ആളെ ബോധാവസ്ഥയിൽ തന്നെയാണ് പുറത്തെടുത്തത്. അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ആൾ അബോധാവസ്ഥയിലാണ് പുറത്തെടുക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ തിരച്ചിൽ എന്ന് പറയുമ്പോൾ വലിയ ആഴമുള്ള കിണറാണോ, അതോ എങ്ങനെയാണ് അതിന്റെ വിവരങ്ങൾ? ഏതാണ്ട് 70 അടിയോളം താഴ്ചയുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ നിർമ്മാണത്തിലിരുന്നതാണ്. അവിടെ ചെളി അടിഞ്ഞു. ആ ചെളി നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഉടമ തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇന്ന് രാവിലെ മുതൽ അത് ശരിയാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും മണ്ണിടിഞ്ഞതും ചെളിയിൽ കുടുങ്ങിയതും. അങ്ങനെ ആദ്യം ഒരാൾ കുടുങ്ങുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ ചെളിയിൽ കുടുങ്ങുകയായിരുന്നു. 2 പേരെയാണ്. ഇനിയിപ്പോ 2 പേരെ കണ്ടെത്താനുള്ളവർ അവര് ചെളിയിൽ പൂണ്ടിട്ടാണ് ഉള്ള അവസ്ഥ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അങ്ങനെയാണ്. ആ അവസ്ഥയിലാണ് ഗോപി ഇപ്പോൾ ഉള്ളത്. ഏതായിരുന്നാലും ഫയർഫോഴ്സ് അവരെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. രണ്ടാമത്തെ ആളിനെ പുറത്തെടുക്കുമ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ആൾ വലിയ ആരോഗ്യ പ്രശ്നം ഇല്ലാതെ തന്നെ അദ്ദേഹത്തെ പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ പക്ഷേ കുറച്ച് ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. ഇനി 2 പേർ കൂടി അവശേഷിക്കുന്നുണ്ട്. അവരെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഫയർഫോഴ്സിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്ന വിനോദ്, അവരെ 2 പേരെ പുറത്തെടുക്കുന്നതിൽ റിസ്കുകൾ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അപകട സാധ്യതകൾ വല്ലതും ഉണ്ടോ? രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇന്ന് പുലർച്ചെ ഉൾപ്പെടെ മഴ പെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയുള്ള ഒരു സാഹചര്യമല്ല. ഇവരെ വേഗത്തിൽ തന്നെ പുറത്തെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായാണ് ഒരാളെ പുറത്തെടുത്തത്. അതോടൊപ്പം തന്നെ മറ്റ് 2 പേരെ കൂടി ഉടൻ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യാശ തന്നെയാണുള്ളത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ വടമൊക്കെ കെട്ടിയിട്ട് കിണറിലേക്ക് ഇറങ്ങിയവരെ അന്വേഷിക്കുന്നത്, അല്ലേ? അതെ അതെ അതെ, ആ തരത്തിൽ തന്നെയാണ് ഗോപി. ആദ്യം നാട്ടുകാരാണ് ഈ ഒരു അപകടം അറിഞ്ഞ് ഓടിക്കൂടിയതും രക്ഷാപ്രവർത്തനത്തിന് തുടക്കം നൽകിയതും. ആദ്യം ഒരാൾ അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റുള്ളവർ ഈ കിണറിലേക്ക് ഇറങ്ങുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെയാണ് മറ്റുള്ളവർ കൂടി ചെളിയിൽ ആണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് നേരിയ തോതിൽ മണ്ണിടിച്ചിലും ഉണ്ടായി. ഇതാണ് അപകടം കൂടുതൽ രൂക്ഷമാക്കിയത്. ഏതായിരുന്നാലും അഗ്നിശമന സേനയുടെ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. അവർ വേഗത്തിൽ തന്നെ 2 പേരെ പുറത്തെടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവരും വെച്ച് പുലർത്തുന്നത്. ഇപ്പൊ എത്ര സമയമായി ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് വിനോദ്? ഇതിപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ ആകുന്നു ഗോപി. അരമണിക്കൂറിനുള്ളിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയതും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതും. ഏതായിരുന്നാലും അതിന് ഉള്ളിൽ തന്നെ ഒരാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. ആദ്യം ഒരാൾ കുടുങ്ങുകയും മറ്റ് 3 പേർ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതുമാണ്. ഒരാളെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പുറത്തെടുത്തു. പിന്നീടാണ് രണ്ടാമത്തെ ആളെ കൂടി പുറത്തെത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അബോധാവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കുടുങ്ങിയ ആളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി, അല്ലേ? അതെ, ആ തരത്തിലാണ്. അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത് ഗോപി. ആദ്യം ഒരാൾ അതിൽ കുടുങ്ങുകയും അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് മറ്റുള്ളവർ ഇറങ്ങുകയും ചെയ്ത സമയത്ത് മണ്ണിടിച്ചിലുണ്ടായി എന്നാണ് നാട്ടുകാർ ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. വിനോദ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഏതായാലും നിലവിൽ ഇതാണ് അവസ്ഥ. 2 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 പേർ ഇപ്പോഴും കിണറിന് ഉള്ളിൽ കുടുങ്ങി തന്നെ കിടക്കുകയാണ്. കിണറിനുള്ളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അവരെ ഇനി കണ്ടെത്തുക. എത്രയും അരമണിക്കൂറായി ഈ ഉദ്യമം തുടരുകയാണ്. ആദ്യം നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തുകയും 2 പേരെ പുറത്തെടുക്കാൻ കഴിയുകയും ചെയ്തു. പുറത്തെടുത്തതിൽ ഒരാളുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തിയുണ്ട്. രണ്ടാമത്തെ വ്യക്തിയുടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹം എടുക്കുമ്പോൾ ബോധരഹിതനായിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ നമുക്ക് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഇനിയുള്ള 2 പേരെ അവരെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പോഴും വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ മണ്ണിടിഞ്ഞിട്ടാണ് വീണിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സൂക്ഷിച്ചും വളരെ കൃത്യതയോടെയും കൂടിയും ചെയ്യേണ്ട ഒരു രക്ഷാപ്രവർത്തനമാണ്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 പേരെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സിന് മുന്നിലുള്ള പ്രധാന ദൗത്യം. നാട്ടുകാരുടെയും സഹകരണമുണ്ട് രക്ഷാപ്രവർത്തനത്തിന്. വടം കെട്ടി
കിണറിലേക്ക് ഇറങ്ങി തന്നെയാണ് പരിശോധന എന്ന് മനസ്സിലാക്കുന്നു. വിനോദ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വിനോദ്, പുതിയ വിവരങ്ങൾ? കിണറിടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണു. ആദ്യം ഒരു വ്യക്തി കിണറിൽ ഇറങ്ങി കിണർ വൃത്തിയാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. പിന്നെ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാക്കി 3 പേര് കൂടി കിണറിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ 2 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 പേരെ ഇപ്പോഴും കിണറിനടിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണത്തിലിരുന്ന കിണറാണ് ഇടിഞ്ഞു വീണത്. കിണറിൻ്റെ ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണിരുന്നു. അത് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയവർക്കാണ് അപകടം നേരിട്ടത് എന്നാണ് മനസ്സിലാവുന്നത്. കൊല്ലം കുണ്ടറ പെരുമ്പുഴയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പ്രദേശവാസികൾ തന്നെയാണ് തൊഴിലാളികളായി ഉണ്ടായിരുന്നത്. 4 പേര് അപകടത്തിൽപ്പെടുകയായിരുന്നു. 2 പേരെ രക്ഷപ്പെടുത്തി. നാട്ടുകാർ തന്നെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയും 2 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ 2 പേരെ കൂടിയാണ് രക്ഷപ്പെടുത്താനുള്ളത്. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. വിനോദ്, പുതിയ വിവരങ്ങൾ? ഗോപി, രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോഴും അഗ്നിശമന സേനയുടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 4 പേരാണ് ആകെ കുടുങ്ങിയത്. ഇതിൽ 2 പേരെ ഇതിനകം തന്നെ പുറത്തെടുത്തു. 2 പേർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് തുടരുന്നത്. 2 പേരെയും രക്ഷപ്പെടുത്തി 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. 2ാമത്തെ ആൾ എന്നാൽ അബോധാവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 4 പേരും പ്രദേശവാസികളാണ്. ആദ്യഘട്ടത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളെന്ന തരത്തിൽ ചില വിവരങ്ങൾ വന്നിരുന്നെങ്കിലും പ്രദേശവാസികൾ തന്നെയാണ്. നേരത്തെ നിർമ്മാണത്തിലിരുന്ന ഒരു കിണറാണ്. ഏതാണ്ട് 70 അടിയിലേറെ താഴ്ചയുണ്ട്. ഇവിടെ ചെളി നിറഞ്ഞത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു. ചെളി നിറഞ്ഞു. ഈ ചെളി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികളെ ഉപയോഗിച്ച് അതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ആ ഘട്ടത്തിൽ ഒരാൾ ചെളിയിൽ താണുപോവുകയും പിന്നീട് രക്ഷിക്കാൻ ഇറങ്ങിയ 3 പേർ കൂടി അപകടത്തിൽപ്പെടുകയുമായിരുന്നു. ഇതിനിടെ നേരിയ തോതിൽ മണ്ണിടിച്ചിലുമുണ്ടായി. ഇപ്പോഴും അഗ്നിശമന സേനയുടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. 2 പേരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗോപി, കൊല്ലം കുണ്ടറയിലാണ് സംഭവം. കിണർ വൃത്തിയാക്കുന്നതിനിടെ അപകടം. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് ആദ്യത്തെ 2 പേരെ എത്തിക്കാൻ കഴിഞ്ഞു. 3 പേരെ പുറത്തെത്തിച്ചു എന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. നമുക്ക് കൺഫേം ചെയ്യേണ്ടിയിരിക്കുന്നു. ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ, പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടന്നു. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പേരാണ് കിണറിൽ കുടുങ്ങിയത്. മണ്ണിടിഞ്ഞിട്ടാണ് ഇവർ കിണറിൽ അകപ്പെട്ടത്. കൊല്ലം കുണ്ടറയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. എത്തിക്കാൻ കഴിഞ്ഞു. നിർമ്മാണത്തിലിരുന്ന കിണറിലാണ് ഈ അപകടമുണ്ടായത്. 3 പേരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കിണറിനുള്ളിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന തുടരുകയാണ്.
കൊല്ലം കുണ്ടറയിൽ ആണ് ഈ നിർമ്മാണത്തിലിരുന്ന കിണർ ഇടിഞ്ഞു വീണത്. 4 പേരാണ് കിണറിൽ അപകട സമയത്ത് ഉണ്ടായിരുന്നത്. 3 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പുറത്ത് എത്തിച്ചവരെ ചികിത്സയ്ക്കായി വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്കും എത്തിച്ചു. കൊല്ലം കുണ്ടറ പെരുമ്പുഴ കോവിൽമുക്കിലാണ് സംഭവം. വളരെ ആഴമേറിയ കിണറാണ്. അതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ആ കിണറിലാണ് ഇടിഞ്ഞു വീണത്. ഏതായാലും 4 പേരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്ന വാർത്തകളും ലഭിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കുണ്ടറയിൽ കിണറിൽ മണ്ണിടിഞ്ഞു വീണ അപകടം. വിനോദ്, 4 പേരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞോ? 4 പേരെയും പുറത്തെടുത്തിട്ടുണ്ട്. 4 പേരെയും ാണ് 4 പേരാണ് കിണറിൽ കുടുങ്ങിയത്. ആകെ കുടുങ്ങിയത് 4 പേരാണ്. 4 പേരെയും ഇപ്പോൾ പുറത്തെടുക്കാനായിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ 4 പേരെയും പുറത്തെടുത്തിരിക്കുന്നത്. നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനവുമായി രംഗത്തെത്തിയത്. ആദ്യം തൊഴിലാളികളിൽ ഒരാൾ ചെളിയിൽ കുടുങ്ങുകയായിരുന്നു. പിന്നീട് ഇയാളെ രക്ഷിക്കാൻ വേണ്ടി 3 പേർ ഇറങ്ങി. ഇവർ അപകടത്തിൽപ്പെട്ടു. നേരത്തെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാക്കിയ കിണറാണ്. ഇതിൽ ചെളി നിറയുകയായിരുന്നു. ഈ ചെളി നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആണ് ഈ തൊഴിലാളികൾ 4 പേരും എത്തിയത്. ഇതിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടു. ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിനിടെയാണ് മറ്റ് 3 പേർ കൂടി ഈ അപകടത്തിൽ കുടുങ്ങിയത്. ഇപ്പോൾ 4 പേരെയും പുറത്തെടുത്തിട്ടുണ്ട്. കുണ്ടറയിൽ നിന്നുള്ള അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ എത്തിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. 4 പേരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി. ആദ്യത്തെ ആൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന തരത്തിലായിരുന്നില്ല പുറത്തു വന്നപ്പോൾ. പക്ഷേ മറ്റ് 3 പേർക്കും ഒരു അബോധാവസ്ഥയിലായിരുന്നു. ഇവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദേശവാസികളായ 4 പേരാണ് ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തിയത്. ഗോപി, ഏതായാലും അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കിണറിൽ നിന്നും പുറത്തെടുത്തതിന് ശേഷം പ്രാഥമിക ശുശ്രൂഷകൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ നിന്ന് നൽകുന്നുണ്ടായിരുന്നു. ഈ വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം പുറത്തെടുത്ത വ്യക്തിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ കയറിൽ കെട്ടിയും സ്വാഭാവികമായിട്ടും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അവരെ പുറത്തെത്തിക്കുമ്പോൾ ചിലർ അബോധാവസ്ഥയിലായിരുന്നു. അവർക്ക് അടിയന്തരമായ ശ്വാസം നൽകുക, മറ്റ് അടിയന്തര വൈദ്യസഹായങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അവിടുന്ന് നൽകിയതിനു ശേഷമാണ് അവിടേക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് മനസ്സിലാക്കുന്നു. 4 പേരെയും പുറത്തെത്തിക്കാനായി എന്നുള്ളത് നിലവിൽ ആശ്വാസകരം. ഇനി ആരോഗ്യനിലയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, അത് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. വളരെ ആഴത്തിലുള്ള കിണറായിരുന്നു. ഏകദേശം ഒരു വലിയ ആഴത്തിൽ തന്നെയുള്ള കിണറായിരുന്നു. റിങ് ഇറക്കിയിട്ടുള്ളൊരു കിണർ. പക്ഷേ അതിൻ്റെ അടിഭാഗത്ത് വലിയ തോതിൽ ചളി ഉണ്ടായിരുന്നു. അത് വൃത്തിയാക്കാൻ വേണ്ടി ആദ്യത്തെ വ്യക്തി ഇറങ്ങുന്നു. അപ്പോൾ അവിടെ മണ്ണിടിച്ചിലുണ്ടാവുന്നു. അതിനുശേഷം അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ ഇറങ്ങുകയായിരുന്നു ഉണ്ടായത്. ഈ ആഴം തന്നെ അപകടം തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ ആഴമുള്ള ഒരു കിണറാണ്. അതിലേക്ക് ഫയർഫോഴ്സിൻ്റെ രക്ഷാപ്രവർത്തകർ അതിലേക്ക് ഇറങ്ങുകയും മണ്ണിൽ പൂണ്ട് കിടന്നവരെ പുറത്തെത്തിക്കുകയുമായിരുന്നു. നാട്ടുകാരുടെയും ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങി. ഉടനെ തന്നെ ഫയർഫോഴ്സ് എത്തുകയും ചെയ്തു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ ആഴമുള്ള ഒരു കിണർ. അതിൻ്റെ താഴ്ഭാഗത്താണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ വ്യക്തികളെ എടുത്തു. അവർക്ക് പ്രാഥമിക വൈദ്യ ശുശ്രൂഷകൾ അവിടെ നിന്ന് നൽകി. അതിനുശേഷം അവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ആശുപത്രിയിൽ നിന്നാണ് നമുക്ക് വിവരം കിട്ടേണ്ടത്. സ്വാഭാവികമായിട്ടും ഇത്ര ആഴം കൂടുന്ന ഇടത്ത് താഴത്ത് എത്തുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും. അതുകൂടാതെ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് അപകട സാധ്യത കൂടുതലുമാണ്. ആ ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ടാവാം. ഏതായാലും 4 പേരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞു ഫയർഫോഴ്സിന്. അത് വളരെ പെട്ടെന്ന് തന്നെ 1 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ തന്നെ 4 പേരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂറോളം മുമ്പാണ് കുണ്ടറയിൽ ഈ ഒരു അപകടമുണ്ടായത്.
ഈ കിണർ, വളരെ ആഴമുള്ള ഈ കിണർ ശുചിയാക്കാനായി ഇറങ്ങിയതായിരുന്നു തൊഴിലാളികൾ. പ്രദേശത്തുള്ള തൊഴിലാളികൾ തന്നെയാണ്. പക്ഷേ അപ്രതീക്ഷിതമായി മണ്ണിടുകയും ആദ്യത്തെ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബാക്കിയുള്ളവർ പോവുകയുമായിരുന്നു. അതിനുശേഷം 4 പേരും അവിടെ കുടുങ്ങി. പിന്നെ അപകടം അറിഞ്ഞ് ആദ്യം എത്തിയ നാട്ടുകാർ അതിലൊരാളെ രക്ഷപ്പെടുത്തി. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തുകയുണ്ടായി. ഉടനെ തന്നെ സമീപത്തെ ആശുപത്രികളിൽ നിന്ന് ആംബുലൻസും എത്തുകയുണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ അവരെ ആശുപത്രികളിൽ എത്തിക്കാനും ഈ ഘട്ടത്തിൽ കഴിഞ്ഞു.